ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു നച്ചൂസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീസി വെജ് ബ്രെഡ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം കുക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി മുറിച്ചത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, വൈറ്റ് പെപ്പർ പൗഡർ, മല്ലിയില, കുറച്ച് കോൺ, മയണൈസ്, ഇത് എഗ്ലെസ് മയണൈസ് ആണ്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും മല്ലിയിലയും കോണും എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ചിക്കൻ ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് ആവശ്യത്തിന് ചേർത്താൽ മതി, അധികം ലൂസ് ആവണ്ട. ഇത് എഗ്ലെസ് മയണൈസ് ആണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം. അതിനായി കുറച്ച് ബ്രെഡ് സ്ലൈസ്, ബ്രെഡ് ക്രംസ്, 3 മുട്ട ബീറ്റ് ചെയ്തത്, ബ്രെഡ് സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം മസാല ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. നല്ല ബ്രെഡെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടാണ്. നമുക്കിനി ഇത് ബീറ്റ് ചെയ്ത മുട്ടയിലിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. എല്ലാതും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.